ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ വളരെയധികം വിശിഷ്ടമായ ദിവസമാണ്. ഉൾപ്പെട്ട് തിങ്കളും അതേപോലെ തന്നെ സോമപ്രദോഷവും. സോമപ്രദോഷം അല്ലെങ്കിൽ തിങ്കൾ പ്രദോഷം. അതേപോലെ മീനം 2 എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ നമ്പറാണ്. ചന്ദ്രൻ്റെ ദിവസം തിങ്കളാണ്. സോ ഈ 3 കാര്യങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ശുഭദായകമായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന അതിപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഇന്ന് മീനം 1 ഇന്നത്തെ ദിവസം. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപായിട്ട് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു ദീപം കൊളുത്തി 27 പ്രാവശ്യം ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി കണ്ടത് ചെയ്യാൻ ശ്രമിക്കണം. കാരണം വളരെയധികം പവറുള്ള ഒരു മന്ത്രവും ഒരു ദീപവുമാണ് നമ്മളിന്ന് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം, സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ്റെ പ്രീതി ലഭിക്കാൻ, ഭഗവാന്റെ കരുണാകടാക്ഷം ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും അത്യുത്തമമായ വ്രതങ്ങളിൽ ഒന്നാണ് പ്രദോഷവ്രതം എന്ന് പറയുന്നത്. പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഒരുപാട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതുവരെയായിട്ടും പ്രദോഷവ്രതം എടുക്കാത്തവർക്ക് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ വരുന്ന പ്രദോഷങ്ങളിൽ വ്രതം എടുത്തു തുടങ്ങാവുന്നതാണ്. നാളെ കറുത്തപക്ഷത്തിലെ പ്രദോഷം കൂടി ആയതുകൊണ്ട് അതിന് വളരെയധികം പവറുണ്ട്. ഭഗവാൻ മഹാദേവൻ പാർവതീദേവിയെ സിംഹാസനത്തിലിരുത്തി നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിൽ നിന്ന് നടനമാടിയ ദിവസമാണ് ആ ഒരു പ്രദോഷ ദിവസം. അതിലെ പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. പ്രദോഷ ദിവസത്തെ പ്രദോഷ സന്ധ്യയിലെ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കുമാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. ആ സമയത്ത് 33 കോടി ദൈവങ്ങളും അവിടെ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ നടത്തുന്ന പൂജയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അത് ശിവ കുടുംബത്തിൽ മാത്രമല്ല 33 കോടി ദൈവങ്ങളുടെ അടുത്തെത്തുകയും അവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും. വ്രതമെടുക്കുന്നവരൊക്കെ ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം നോൺ വെജ് കഴിക്കരുത്, അരിയാഹാരം കഴിക്കരുത്, മറ്റെന്തെങ്കിലും ഫുഡ് കഴിക്കുക. പിറ്റേ ദിവസം നാളെ തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിക്കുമ്പം തലയിൽ എണ്ണ തേക്കാതെ മേത്ത് സോപ്പ് തേക്കാതെ അങ്ങനെയൊക്കെ കുളിക്കുന്നവരുണ്ട്. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിച്ച് വെളുത്ത വസ്ത്രമണിഞ്ഞ് നമ്മൾ പൂജാമുറിയിൽ ദീപം തെളിയിക്കണം. 5 തിരിയിട്ട്, അതായത് വിശേഷ ദിവസങ്ങളിൽ 5 തിരിയിട്ട ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിനുശേഷം ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യണം. പ്രദോഷ ദിവസങ്ങളിൽ നമ്മൾ ചന്ദനം അരച്ച് അതിൽ കുങ്കുമപ്പൂവും കൂടി ഇട്ട് കലക്കി ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. തുടർച്ചയായി വരുന്ന പ്രദോഷങ്ങളിൽ ആരാണോ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് എല്ലാ രീതിയിലുമുള്ള ധനസമൃദ്ധി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഒറിജിനലായിട്ടുള്ള ചന്ദനക്കട്ട മേടിക്കാൻ കിട്ടും. അതരച്ച് നമ്മൾ അതിന് ശുദ്ധജലം കൂടി ഒഴിച്ച് അതിലോട്ട് നമ്മൾ കുങ്കുമപ്പൂവും കൂടി ഇട്ടിട്ട് അതുകൊണ്ട് അഭിഷേകം ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ ശിവലിംഗം ഇല്ലാത്തവർക്ക് ഇത് ശിവക്ഷേത്രത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതുമാണ്. അത് വളരെ ഉത്തമമാണ്. അതിനുശേഷം ഭഗവാന് ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിച്ച് ഓം നമഃശിവായ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അതേപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രവും ജപിക്കാവുന്നതാണ്. വീടിനടുത്ത് ശിവക്ഷേത്രമുള്ളവരാണെങ്കിൽ പ്രദോഷ സന്ധ്യയായ 4:30 to 6 അല്ലെങ്കിൽ 6 to 7:30 ഈ 3 മണിക്കൂർ ആ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ പോകുന്നത്, ഭഗവാനും ധാര നടത്താൻ കരിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്, പാല് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാന് ക്ഷേത്രത്തിലും നമ്മൾ കൂവളത്തിലെയും കൂവളത്തുമാലയും ഒക്കെ കൊടുക്കുക. എല്ലാ പ്രദോഷത്തിലും ഞാൻ പറയുന്നതാണ്, ഭഗവാന് ക്ഷേത്രത്തിൽ നല്ല മണമുള്ള മുല്ലപ്പൂക്കൾ ഈ ഒരു പ്രദോഷ ദിവസം സമർപ്പിക്കുന്നത് വളരെ 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 ഉത്തമമാണെന്നുള്ള കാര്യം. ഒരുപാട് പേരത് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അവരുടെ ദാമ്പത്യ സൗഖ്യമുണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞ് മെസ്സേജും അയക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും അതൊക്കെ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ അന്നദാനം, പ്രത്യേകിച്ച് പ്രദോഷ ദിവസം ഉറുമ്പുകൾക്കുള്ള അന്നദാനം വളരെ ഉത്തമമാണ്. പച്ചരിപ്പൊടിയിൽ പഞ്ചസാരയോ ശർക്കരയോ കൽക്കണ്ടമോ പൊടിച്ച് ചേർത്ത് നമ്മളത് ഉറുമ്പുകൾക്ക് കൊടുക്കുക. അത് സന്ധ്യാസമയത്തിന് മുൻപ്, അതായത് ഒരു 5:30 മുൻപായിട്ട് കൊടുക്കണം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പുകളൊക്കെ കൂടണയാൻ പോകും. അതിന് മുൻപായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് പ്രത്യേകിച്ച് നാളെ സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയത്തിന് മുൻപുള്ള ഏതൊരു സമയത്തും ഉറുമ്പുകൾക്ക് നമുക്ക്
കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ തൂക്കുവിളക്ക് ദാനം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആൺമക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തൂക്കുവിളക്ക് കൊടുക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. 7 തലമുറ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് 7 തലമുറകളാണ്, തുടർച്ചയായിട്ടുള്ള 7 തലമുറകൾ. അപ്പം ഈ 7 തലമുറയിൽ എന്തെങ്കിലും ശാപങ്ങളോ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നീങ്ങിപ്പോവാനായിട്ട് ഈ ഒരു തൂക്കുവിളക്ക് ദാനം സഹായിക്കും. ഒപ്പം തന്നെ അടുക്ക് ദീപം, നമുക്കറിയാം എല്ലാ പൂജകളും കഴിഞ്ഞ് ദീപാരാധന സമയത്ത് ഭഗവാന് ആരതി എടുക്കുന്ന അടുക്ക് വിളക്കുണ്ട്. അതും നമുക്ക് ക്ഷേത്രത്തിൽ ഇതേപോലെ തന്നെ ദാനം കൊടുക്കാവുന്നതാണ്. അതായത് ശിവക്ഷേത്രത്തിൽ ഭഗവാന്റെ ഗർഭഗൃഹത്തിൽ ഭഗവാനെ ആരതി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നത് നമ്മുടെ സന്തതികൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുത്രന്മാർ വേണം, പുത്രഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അത് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ കാർത്തിക നക്ഷത്രത്തിൽ ശിവഭഗവാന് അടുക്ക് ദീപം നമ്മൾ സമർപ്പിച്ചാൽ സന്താന വൃദ്ധിയാണ് ഫലമായിട്ട് പറയുന്നത്. മാർച്ച് 23-ാം തീയതി അന്ന് തിങ്കളാഴ്ചയും കാർത്തികയും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൺമക്കൾക്ക് അഭിവൃദ്ധി വേണം. അതായത് നമ്മുടെ മക്കൾക്ക്, ഇവിടെ പ്രത്യേകിച്ച് ആൺമക്കൾ എന്നാണ് എടുത്തു പറയുന്നത്, എന്നാൽ പോലും നമ്മുടെ മക്കൾക്ക് അഭിവൃദ്ധി വേണം, പുത്രസൗഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഭഗവാന് ക്ഷേത്രത്തിലോട്ട് ഇതുപോലെ അടുക്ക് ദീപം വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. കാരണം ഭഗവാനെ ദീപങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കുമ്പം നമ്മുടെ ജീവിതവും അതുപോലെ പ്രകാശിക്കും. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ തന്ന് നമുക്ക് അനുഗ്രഹം തരുമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ചന്ദനം അരച്ച് കുങ്കുമപ്പൂവും കൂടിയിട്ടുള്ള അഭിഷേകം നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ പ്രദോഷത്തിലും ചെയ്യണം. അതിനങ്ങനെ കണക്കൊന്നും വെക്കണ്ട, നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മളത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, ഞാൻ ഈ പറയുന്ന മന്ത്രം ഏറ്റവും നല്ലത് 4:30 മുതൽ 7:30 വരെയുള്ള ആ ഒരു പ്രദോഷ സന്ധ്യാസമയത്ത് നമ്മൾ ചൊല്ലുന്നതാണ്. ക്ഷേത്രത്തിലിരുന്ന് ചൊല്ലാം, വീട്ടിലിരുന്ന് ചൊല്ലാവുന്നതാണ്. ഇനി ആ ഒരു സമയത്ത് പറ്റാത്തവർക്ക് രാവിലെയോ വൈകിട്ടോ, അതായത് നാളെ തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാത്രി ഒരു 11 മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് ചൊല്ലാൻ പറ്റുമോ ആ ഒരു സമയത്ത് ചൊല്ലിയാൽ മതിയാവും. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം, ശിവലിംഗം എന്താണോ ഉള്ളത് അതിനു മുൻപിൽ കിഴക്കോട്ട് ഫേസ് ചെയ്ത് 3 നെയ് ദീപങ്ങൾ നമ്മൾ കൊളുത്തി വെക്കണം. കൊളുത്തി വെച്ചതിന് ശേഷം ഓരോ ദീപത്തിൻ്റെ അടുത്തായിട്ടും കയ്യിൽ കൂവളത്തിലയുണ്ടെങ്കിൽ ഓരോ കൂവളത്തില സമർപ്പിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൂവളത്തില സമർപ്പിക്കാം. സമർപ്പണ ശേഷം നമ്മൾ അവിടെ ഇരുന്ന് ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം ജപിക്കണം. ഇനി ക്ഷേത്രത്തിൽ പോകുന്നവരാണ്, നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ ആ ഒരു ക്ഷേത്രത്തിന് മുൻപിലായിട്ട് ഭഗവാന് നെയ്ദീപം കൊളുത്തി വെക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഭഗവാന് മുൻപിലായിട്ട് 3 നെയ്ദീപം കൊളുത്തി വെക്കണം. കൊളുത്തി വെച്ചതിന് ശേഷം അവിടെ നിന്നോ ഇരുന്നോ ഈ ഒരു മന്ത്രം ജപിക്കാം. ആദ്യം തന്നെ നന്ദി ഭഗവാനെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. ഡയറക്റ്റായി നമ്മൾ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നന്ദി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അതിന് വളരെ പെട്ടെന്ന് ഫലമുണ്ട്. അപ്പം ക്ഷേത്രത്തിൽ പോകുമ്പോഴാണെങ്കിൽ ആ ഒരു ശ്രീകോവിലിന് തൊട്ട് മുമ്പിൽ നന്ദി ഉണ്ടാകും. നന്ദിക്ക് കൂവളത്തിലെയോ എന്തെങ്കിലും ഒരു പൂവോ സമർപ്പിച്ച് തൊഴുത് ആദ്യം തന്നെ നന്ദി ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ ശിവഭഗവാനോട് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ് ഈ ഒരു മന്ത്രം ഓം ഹ്രീം നമഃ ശിവായ, ഇത്രയേ ഉള്ളൂ. ഭഗവാൻ മഹാദേവനെയും പാർവതീദേവിയെയും ഒരുമിച്ചാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. ഹ്രീം എന്ന് പറയുന്നത് ഭുവനേശ്വരിയുടെ ബീജമന്ത്രമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പം ഓം ഹ്രീം നമഃ ശിവായ, ഭഗവാൻ ഹ്രീം എന്ന് പറയുമ്പോൾ പാർവതീദേവിയെയും നമഃ ശിവായ എന്ന് പറയുമ്പോൾ സാക്ഷാൽ മഹാദേവനെയും ആ ഒരു അർദ്ധനാരീശ്വര രൂപത്തിൽ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. 108 പ്രാവശ്യം ജപിക്കണം. ജപശേഷം വീണ്ടും തൊഴുത് ധൂപദീപ ആരതി, ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ധൂപദീപ ആരതിയൊക്കെ എടുത്ത്, അങ്ങനെയല്ല ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ആ ഒരു ദീപാരാധനയ്ക്ക് നട അടച്ചിടുന്ന സമയത്ത് അവിടെ നിന്ന് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ്
നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഈ ഒരു മന്ത്രം ചൊല്ലുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും ഭഗവാൻ അത് സാധിച്ചു തരും. വ്രതമെടുക്കുന്നവരൊക്കെ ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റ് ഒന്നെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ചോ, വീട്ടിലാണെന്നുണ്ടെങ്കിൽ തുളസിയിലിട്ട ജലം കുടിച്ചോ, അല്ലെങ്കിൽ കൂവളത്തിലിട്ട ജലം കുടിച്ചോ പാരണ വിടാവുന്നതാണ്. എല്ലാവരും ചൊല്ലൂ, എല്ലാവരും വ്രതമെടുക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.